ഇന്ന് രാവിലെ വന്ന ഒരു വാർത്തയുണ്ട് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന്. ഗുണ്ടാ നേതാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കരുനാഗപ്പള്ളി സ്വദേശി ജിം സന്തോഷ് എന്ന സന്തോഷാണ് കൊല്ലപ്പെട്ടത്. പിന്നാലെ വവ്വാക്കാവ് സ്വദേശി അനീറിനെയും സംഘം വെട്ടിപ്പരുക്കേൽപ്പിച്ചു. പുലർച്ചെ 2 മണിയോടെ സന്തോഷിന്റെ വീട്ടിലെത്തിയ കൊലയാളി സംഘം തോട്ടയെറിഞ്ഞ് കതക് തകർത്ത ശേഷം അകത്ത് കടക്കുകയായിരുന്നു. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന മാരകായുധം ഉപയോഗിച്ച് സന്തോഷിനെ ആക്രമിച്ചു. കൊലയാളി സംഘത്തിലെ ഒരാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി സന്തോഷിന്റെ നെഞ്ചത്ത് കുത്തിയിറക്കി. തുടർന്ന് കൂടം ഉപയോഗിച്ച് സന്തോഷിന്റെ കാൽ അടിച്ചൊടിച്ചു. ഞാൻ അകത്തോട്ട് കയറി നോക്കിയപ്പോഴത്തേക്ക് കാല് വളരെയധികം ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. കണ്ട് നിർമ്മിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇതായിരുന്നു അവസ്ഥ. ഇതായിരുന്നു. ആളിന് നല്ല ശ്വാസം മുട്ടുണ്ടായിരുന്നു. സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൊല്ലരുതെന്ന് പറഞ്ഞിട്ടും ആരും കേട്ടില്ലെന്ന് സന്തോഷിന്റെ അമ്മ. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞത് എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ല കഴിക്കല്ലെന്നും പറയും. പണ്ട് വന്ന് ഇതുപോലെ ചെയ്തേച്ച് പോയതല്ലയോ, കാണാൻ കിട്ടുമെന്നുള്ള ഒരു വിചാരമില്ലേ. പോലെ വന്ന് കൊന്നേച്ച് പോയത്. കൊലപാതക ശേഷം മടങ്ങും വഴിയാണ് അനീറിനെ വവ്വാക്കാവിൽ വെച്ച് അക്രമി സംഘം കാണുന്നത്. വാഹനം നിർത്തി അനീറിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പ്രതികൾ സഞ്ചരിച്ച വെള്ള ഇന്നോവ കാർ വയനകത്ത് വെച്ച് പോലീസ് പിടികൂടിയെങ്കിലും വാഹനത്തിൽ നിന്ന് പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. പ്രതികളെ തിരിച്ചറിഞ്ഞെന്നും ഉടൻ പിടികൂടാൻ കഴിയുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ പറഞ്ഞു. അന്വേഷണം ശരിയായിട്ട് പോകുന്നുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നവംബറിൽ വയനകം സംഘത്തിലെ പങ്കജിനെ കുത്തിയ കേസിൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് സന്തോഷ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കൊലപാതകം. ആർ അരുൺരാജ്, 24 കൊല്ലം.